ഗൂഢാലോചനയില്ല, ബാഹ്യ ഇടപെടലില്ല. SP-യുടെ പരിചയക്കുറവ് മൂലമുണ്ടായ പ്രശ്നങ്ങൾ. ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ആ 600 പേജ് റിപ്പോർട്ട്? പുലർച്ചെ 3 മണിക്ക് നടക്കേണ്ട വെടിക്കെട്ടിന് തിരക്ക് നിയന്ത്രിക്കാനെന്ന പേരിൽ 10 മണിയോടെ ബാരിക്കേഡ് വച്ചടച്ചതും ആൾക്കൂട്ടത്തിന് നേർക്ക് ലാത്തി വീശിയതും SP അങ്കിത് അശോക് മാത്രം അറിഞ്ഞ്. തലേന്നു മുതൽ തൃശൂരിലുണ്ടായിരുന്ന ക്രമസമാധാനത്തിന് ചുമതലയുണ്ടായ ADGP ഒന്നും അറിഞ്ഞിട്ടില്ല. വിവാദത്തെ തുടർന്ന് ഇതിനകം സ്ഥലം മാറ്റിയ അങ്കിത് അശോകിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കിയുള്ള റിപ്പോർട്ട് ഭരണകക്ഷിയായ CPI-യും പ്രതിപക്ഷമായ കോൺഗ്രസും തൃശൂർ എടുത്തു കഴിഞ്ഞ BJP-യും തള്ളുകയാണ്. ഇരു ദേവസ്വങ്ങളും തള്ളുകയാണ്. ഈ റിപ്പോർട്ടിലാണോ 5 മാസം എടുത്തത്? കലക്കൽ റിപ്പോർട്ടോ എന്നതാണ് ചോദ്യം. ഓക്സിജനിൽ ഓണം ഓഫറുകളുടെ കല്ലാശക്കൊട്ട്. ഈ ചർച്ചയിൽ K. മുരളീധരൻ അല്പസമയത്തിനകം എത്തും. BJP-യിൽ നിന്നും പ്രിൻറ്റു മഹാദേവ് ഉണ്ട്. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, വലത് നിരീക്ഷകൻ N. ശ്രീകുമാർ എന്നിവരാണ്. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാറുമുണ്ട്. ആദ്യം ഞാൻ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറിയിലേക്ക് പോവുകയാണ്. ശ്രീ ഗിരീഷ് കുമാർ, ഇപ്പോൾ ADGP റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എതിരഭിപ്രായമാണ് എന്നറിയാം. അതിൽ നമ്മൾക്ക് പുറത്തേക്ക് വരുന്ന വിവരമനുസരിച്ച് SP-യുടെ പരിചയക്കുറവ്, അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് മൂലം സംഭവിച്ച കുഴപ്പങ്ങൾ എന്നതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ആ നിലയ്ക്ക് എടുക്കാത്തത്? അതിലപ്പുറം പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ ഇതിൽ കാര്യമായ പങ്കുണ്ട്. മുകളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം നടത്തിയ പൂരം കലക്കലാണ് എന്ന അഭിപ്രായമാണോ? ഇതിൽ പൂരം കലക്കിയെന്ന് പറയുന്നതിൽ SP-ക്ക് ഞാനിതിൻ്റെ റിപ്പോർട്ടൊന്നും എനിക്ക് കിട്ടാൻ ഇടയാക്കിയിട്ടില്ല. പക്ഷേ ഈ പൂരം കലക്കിയത് SP മാത്രമാണെന്ന് പറയുന്നതിൽ യോജിക്കുന്ന ഒരാളല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ SP ഈ കഴിഞ്ഞ വർഷവും 2024 പൂരവും ഈ അങ്കിത് അശോകൻ തന്നെയാണ് പൂരം നടത്തിയത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ വർഷമുണ്ടായ അതേ പ്രശ്നങ്ങൾ ഇത്തവണ ആവർത്തിച്ചു. അത് ഞങ്ങൾ പലവട്ടം പല മീറ്റിങ്ങുകളിലും ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ വട്ടം ഉണ്ടായ കാര്യങ്ങൾ വളരെ വ്യക്തമായി അക്കട്ട് അത് നമുക്ക് ഇത്തവണ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള പല മീറ്റിങ്ങുകളിലും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും നടന്നിട്ടുള്ള മീറ്റിങ്ങുകളിലെല്ലാം നമ്മൾ പറഞ്ഞ് അതിന് അനുമതി വാങ്ങിച്ചിട്ടുള്ളതാണ്. പക്ഷേ പൂരം തുടങ്ങിയപ്പോൾ അതിന് വീണ്ടും അതേ തരത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും വലിയൊരു തെളിവെന്ത് പറയാൻ വെച്ച് കഴിഞ്ഞാൽ പൂരത്തിൻ്റെ തലേന്ന്, അതായത് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് തൃശ്ശൂർ പൂരം പ്രദർശന നഗരിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടിക്കറ്റ് എടുക്കുന്ന ഒരു ദിവസമാണ് അന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് 5 മണിയോട് കൂടിയിട്ട് പൂരത്തിൻ്റെ ആ പ്രദർശന നഗരിയിലേക്ക് അവിടെ പൂര പ്രദർശന നഗരിയിൽ ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ട്. ആ എയ്ഡ് പോസ്റ്റിൽ ഒരു DYSPക്ക് അതിന് ചാർജും ഉണ്ട്. പക്ഷേ അദ്ദേഹമൊന്നും അറിയാണ്ട് ഒരു പറ്റം പോലീസുകാർ വന്ന് ഈ പ്രദർശന നഗരി അങ്ങോട്ട് ക്ലോസ് ചെയ്യാണ്. ടിക്കറ്റ് കൗണ്ടർ അടച്ചു. പ്രദർശന നഗരിയിൽ ഉള്ളിലുണ്ടായിരുന്നവരെ മുഴുവൻ പുറത്താക്കി. ഇനി 10 മണിക്ക് ശേഷം മതി എന്നാണ് പറഞ്ഞത്. എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വന്ന ആൾക്കും അറിയില്ല, പോയ ആൾക്കും അറിയില്ല. അപ്പോൾ നിലവിലുള്ള DYSP ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാനിവിടെ ഈ എയ്ഡ് പോസ്റ്റിൽ ഒരു ഉദ്യോഗസ്ഥൻ, ഞാനിവിടെ ഇരിക്കുകയാണ്, എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവും തന്നിട്ടില്ലല്ലോ, നിങ്ങൾ ആരൊക്കെയാണ്, ആരാണ് നിങ്ങളെ വിട്ടത്, അത് നിങ്ങൾ പറയണം, പറഞ്ഞല്ലാണ്ട് ഇവിടെ തടയാൻ പറ്റില്ല എന്ന് ആ DYSP നിർബന്ധിച്ചപ്പോൾ ഇവർ അവിടെ നിന്നും മാറി പാറമേക്കാവ് ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഇതിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു കയറ് കെട്ടുകയാണ്. ശരി, ശ്രീ ഗിരീഷ് കുമാർ, താങ്കളിലേക്ക് വരാം. ശ്രീ ഗിരീഷ് കുമാർ, ദയവേത് അല്പസമയം കാക്കണം. ഇപ്പോൾ K. മുരളീധരൻ അല്പസമയം നമുക്കൊപ്പം ഉണ്ട്. K. മുരളീധരനിലേക്ക് പോവുകയാണ്. ശ്രീ K. മുരളീധരൻ, ഇപ്പോൾ ADGP, അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നിലവിൽ ആരോപണ വിധേയനായ ADGP 600 പേജ് വരുന്ന റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പറഞ്ഞതിൽ നേരത്തെ, അതായത് ഈ 5 മാസം കഴിഞ്ഞ് 24-ാം തീയതി വരെ സമയം കൊടുത്തു എന്ന് കഴിഞ്ഞ ആഴ്ച ആവശ്യപ്പെട്ട പ്രകാരം 24-ാം തീയതി വരെ സമയം കൊടുത്തു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ തന്നെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. റിപ്പോർട്ടിലെ
എന്താണ് അതിൻ്റെ അന്തസത്ത എന്നുള്ളത് മാത്രമാണല്ലോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. SP-യുടെ പരിചയക്കുറവ് മൂലമുണ്ടായ പിഴവ് എന്നതാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ആ റിപ്പോർട്ട് നിങ്ങൾ തള്ളുന്നു എന്ന് പറയുന്നു. പക്ഷേ ADGPക്ക് ഇവിടെ പൂരം കലക്കിയിട്ട് എന്ത് നേടാനാണ് എന്നാണ് നിങ്ങൾ കരുതുന്നത്? പൂർണ്ണമായും ഈ BJPയെ സഹായിക്കാൻ എന്നുള്ള വാദം ശക്തമായി ഉയർത്തുകയാണോ ഇപ്പോഴും? തീർച്ചയായിട്ടും ഞങ്ങളത് പറഞ്ഞല്ലോ. അതായത് പൂരം കലക്കി BJPക്ക് വിജയസാധ്യത ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം. അത് അജിത് കുമാറാണ് അതിന് നേതൃത്വം നൽകിയത്. അജിത് കുമാറിന് ആ പ്രേരണ നൽകിയത് മുഖ്യമന്ത്രിയാണ്. കാരണം ഞാനിത് അന്ന് തന്നെ പറഞ്ഞാണല്ലോ. ഞാൻ 20-ാം തീയതി കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, ഏപ്രിൽ 20-ാം തീയതി കാലത്ത് ഞാൻ പറഞ്ഞു, ഒരു കമ്മീഷനെ കൊണ്ട് പൂരം കലക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ പുറകിൽ ഒരു വൻ ശക്തിയുണ്ട്. ആ ശക്തി അന്ന് തന്നെ ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംശയിച്ചിട്ടുണ്ട്. ഇപ്പോഴത് നാൾക്ക് നാൾ വ്യക്തമായിട്ട് വരികയാണ്. അതായത് ഏപ്രിൽ 19-ാം തീയതി വരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയത് ഈ 19-ാം തീയതി രാത്രി നടന്ന സംഭവവികാസങ്ങളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇതിൻ്റെ വ്യക്തമായിട്ട് ഇതിനൊക്കെ നേതൃത്വം നൽകിയ ബിഹൈൻഡ് ദ കർട്ടൻ പ്രവർത്തിച്ച ആളാണ് ADGP അജിത് കുമാർ. അതുകൊണ്ട് തന്നെ അജിത് കുമാർ എഴുതി തയ്യാറാക്കിയ തെറ്റായിട്ടുള്ള റിപ്പോർട്ടിനെ ഞങ്ങൾ പരിപൂർണമായിട്ട് തള്ളുന്നു. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞ ഒരു കാര്യത്തിലും ഞങ്ങൾ കോംപ്രമൈസിനില്ല. ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 24-ാം തീയതിയുള്ള KPCC ആഹ്വാനം ചെയ്ത സമരത്തിന് പുറമെ മറ്റ് സമരപരിപാടികൾ ആവിഷ്കരിച്ച് ഞങ്ങൾ മുന്നോട്ട് നീങ്ങും. ഈ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. അന്നേ ദിവസം ഈ രാത്രി ദീർഘമായി കാര്യങ്ങൾ വൈകുന്ന ഘട്ടത്തിൽ താങ്കൾ അടക്കമുള്ളവർ, VS സുനിൽകുമാർ അടക്കമുള്ളവർ അവിടെ പ്രശ്നപരിഹാര ചർച്ചകൾക്കൊക്കെ പോയിരുന്നല്ലോ, അന്ന് രാത്രി അർദ്ധരാത്രിയൊക്കെ. പക്ഷേ ADGP അവിടെ തൃശ്ശൂരിലുണ്ടായിരുന്നു. അത് പിറ്റേ ദിവസം പത്രങ്ങളിൽ വാർത്തയുണ്ട്. ADGP തൃശ്ശൂരിലുണ്ടായിട്ടും ഇത് സംഭവിച്ചു എന്ന രീതിയിൽ ഒരു 2 വരിയിൽ ആ വാർത്ത പോകുന്നുണ്ട്. അപ്പോൾ ADGP ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ ഇല്ലേ എന്നൊരു ചോദ്യം നിങ്ങളിൽ നിന്ന് സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ ADGP സ്ഥലത്തേക്ക് വരികയും ചെയ്തിട്ടില്ല എന്നാണോ? അന്നൊന്നും നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടായില്ലേ? ഇല്ല, അന്ന് ഞങ്ങൾക്ക് ഈ സംശയമില്ല. പൂരം കലക്കിയത് ഗവൺമെൻറ് അറിവോട് കൂടിയിട്ടാണ് എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അതിൽ ADGPയുടെ പങ്കിനെക്കുറിച്ച് ഞങ്ങൾക്ക് അന്ന് ഇൻഫർമേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പൂരം ഒരു കമ്മീഷൻ വിചാരിച്ചാൽ കലക്കാൻ കഴിയില്ല എന്നുള്ള ആ വിശ്വാസം തന്നെയാണ് ഞങ്ങൾക്ക് അന്നും ഇന്നും ഉള്ളത്. പിന്നീടാണ് ADGP ചില RSS നേതാക്കളെ മുൻപ് തന്നെ കണ്ടിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അന്ന് എങ്ങനെ BJPക്ക് ഒരു MP കേരളത്തിൽ നൽകാം എന്നുള്ള ചർച്ചയായിരിക്കണം അന്ന് ADGPയും RSS നേതാവുമായിട്ട് 2023 മെയ് മാസത്തിൽ ചർച്ച നടത്തി കാണും. പിന്നീട് പൂരം കലക്കാൻ ഒരു അവസരം ഉണ്ടായപ്പോൾ പൂരം കലക്കി BJPക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ 2023 മെയ് മാസത്തിൽ നടന്ന ചർച്ച എങ്ങനെ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാമെന്നുള്ള ചർച്ചയായിരുന്നുവെങ്കിൽ അത് പരിസമാപ്തിയിലെത്തിയത് കഴിഞ്ഞ ഏപ്രിൽ മാസം 19-ാം തീയതി രാത്രിയായിരുന്നു. മാത്രമല്ല ഏപ്രിൽ ഈ പൂരത്തിൻ്റെ ആ ദിവസം കാലത്ത് പകൽ പൂരം കഴിഞ്ഞ് മഠത്തിൽ വരവിൻ്റെ സമയത്ത് തന്നെ ഈ കമ്മീഷൻ ബഹളുണ്ടാക്കാൻ തുടങ്ങി. എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് പലരും അധികം വരട്ടിയത്. ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് എന്നോട് മാത്രം ഒന്നും പറഞ്ഞില്ല. ബാക്കി എൻ്റെ അടുത്ത് നിന്നവരെ മുഴുവൻ, അന്ന് CP ജോൺ എൻ്റെ അടുത്തുണ്ട്, CP ജോൺ ഉൾപ്പെടെ വരട്ടി. എന്നിട്ട് ചില ആൾക്കാർ മറ്റേ ദേവസ്വത്തിൻ്റെ പാസ് കാണിച്ചു കൊടുത്തപ്പോൾ കമ്മീഷൻ പറഞ്ഞാൽ എന്താ അറിയോ, ഇങ്ങനെ പലരും പാസ് അടിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ കാലത്ത് മുതൽ സംഘടിതമായിട്ടുള്ള ശ്രമം കമ്മീഷൻ നേതൃത്വത്തിൽ നടന്നു. പിന്നീട് ഓരോ ഘട്ടത്തിലും അധികം പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അതിൽ വിജയിക്കാൻ പറ്റിയത് രാത്രി മാത്രമാണ്. പക്ഷേ ശ്രീ കെ മുരളീധരൻ, താങ്കളുടെ പരാജയത്തിന് കാരണം ഈ തൃശ്ശൂർ പൂരം കലക്കലാണ് എന്ന് കരുതുന്നുണ്ടോ? കാരണം താങ്കൾ തന്നെ പിന്നീട് പാർട്ടി ഒരു പരിപാടിയിൽ പറയുകയാണല്ലോ, നട്ടും ബോൾട്ടും ഇല്ലാതെ താങ്കളെ തൃശ്ശൂരിലേക്ക് കയറ്റി വിട്ടു, അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു എന്ന്. അപ്പോൾ തൃശ്ശൂർ പൂരം താങ്കളുടെ പരാജയത്തിനൊരു വിഷയമായിട്ടുണ്ടോ? തൃശ്ശൂർ പൂരം കലങ്ങിയതിൻ്റെ മെച്ചം BJPക്ക് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൻ്റെ UDFൻ്റെ പരാജയത്തിൽ പല ഘടകങ്ങളും ഉണ്ട്. പക്ഷേ സുരേഷ് ഗോപി അവിടെ വിജയിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് പൂരം കലക്കിയ സംഭവമാണ്. കാരണം 19-ാം തീയതി വരെ മത്സരം UDFും LDFും ആണ്. ഈ സമയത്തൊന്നും BJP രംഗത്തില്ല. ഞങ്ങൾ ഒരു ഫീൽഡിൽ വെച്ച് ഞാനും സുനിൽകുമാറുമായിട്ട് ഞങ്ങൾ പ്രചരണത്തിൻ്റെ ഇടയിൽ ദിവസേന കാണാറുണ്ടായിരുന്നു. പക്ഷേ ഒരിടത്ത് ഞങ്ങൾ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല. പൂരത്തിൻ്റെ അന്ന് അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല.
ഞാൻ സത്യത്തിൽ റിസൾട്ട് വന്ന് BJP വിജയിച്ചു എന്നറിയുമ്പോഴാണ് ഇത്രയേറെ വ്യാപ്തി ഇതിനുണ്ടായി എന്ന് ഞാൻ പോലും മനസ്സിലാക്കുന്നത്. തൃശ്ശൂരെ UDFൻ്റെ പരാജയത്തിന് ഇത് മാത്രമല്ല കാരണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ LDF അല്ലേ ജയിക്കേണ്ടത്? ഈ ഫീൽഡോ മറ്റേ ഈ രംഗത്തോ നദിയില്ലാത്ത BJP എങ്ങനെ ജയിച്ചു? അപ്പോൾ അവിടെയാണ് പറയുന്നത് അട്ടിമറി നടന്നു എന്ന് പറയാൻ കാരണം. ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാണ് CPI ആവശ്യപ്പെടുന്നത് ശ്രീ കെ മുരളീധരൻ. ഇനിയിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് എന്താണ്? ഈ ADGP MR അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടാകുമ്പോൾ ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം ഞാനും കൂടി ഇതിൽ കുഴപ്പം ഉണ്ടാക്കി എന്ന രൂപത്തിലുള്ള റിപ്പോർട്ട് സ്വാഭാവികമായും അദ്ദേഹം കൊടുക്കില്ലല്ലോ. ആരോപണ വിധേയനാണ് അദ്ദേഹം. ആരോപണ വിധേയൻ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും അതിലൊരു അഭിപ്രായവും പറയാതെ ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് പറയുന്നതിൽ ഗൂഢാലോചനയും ബാഹ്യ ഇടപെടലും ഉണ്ടായിട്ടുണ്ട് എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? CPI അങ്ങനെ ഒരു നിലപാടാണ് എടുക്കുന്നത്. അല്ല, അതിപ്പോൾ CPIയുടെ നിലപാടാണ്. അവർ LDFലെ ഘടകകക്ഷിയാണ്. ഞങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ല. ഞങ്ങൾ പറയുന്നത് അജിത് കുമാർ എന്തെഴുതിയാലും ഞങ്ങൾ വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ടിലെ കണ്ടൻസ് എന്താണെങ്കിലും ഒരു കമ്മീഷൻ മാത്രം എന്താ പറയേണ്ടത്, അദ്ദേഹത്തിൻ്റെ മാത്രം ഒരു തെറ്റുകൊണ്ട് സംഭവിച്ചാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ കാലത്ത് പറഞ്ഞൊരു കാര്യമാണ്. LDF സ്ഥാനാർത്ഥി പറയുന്നു സത്യം പുറത്തു വരണം, ഏത് അന്വേഷണത്തിന് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. വിജയിച്ച സുരേഷ് ഗോപി പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിൽ കുഴപ്പമില്ല. അദ്ദേഹം മറ്റൊന്നുകൂടെ പറഞ്ഞു, പോലീസാണ് പൂരം കലക്കിയത്, ആ പൂരം കലക്കിയ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ മറ്റൊരു പോലീസുകാരനെ വെക്കുന്നത് ശരിയല്ല, കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളനെ ഏൽപ്പിക്കരുത്, അദ്ദേഹം പറഞ്ഞ വാചകമാണ്. UDF സ്ഥാനാർത്ഥിയല്ല, ഞാൻ പറയുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഏതാണ്ട് 3 സ്ഥാനാർത്ഥികൾക്ക് ഒരേ അഭിപ്രായമാണ്. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണത്തിന് ഭയപ്പെടുന്നത്? എന്തിനാണ്? അതേ അന്വേഷണം പ്രഖ്യാപിക്കട്ടെ. ഇപ്പം അന്വേഷണത്തിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് അംഗീകരിച്ചാലേ പറ്റൂ. പക്ഷേ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്യില്ല, ഒരു സംശയ കാര്യത്തിലില്ല. പക്ഷേ ശ്രീ മുരളീധരൻ, ADGPയുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാടെന്ത് എന്ന് ഇന്നലത്തെ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞില്ലേ? അത് PV അൻവർ ഉന്നയിച്ച വിവിധ ആരോപണങ്ങളിൽ എല്ലാ ആരോപണങ്ങളും തള്ളിക്കൊണ്ട് അതിൽ കൃത്യമായി ADGPക്കൊപ്പമാണ്. മാത്രമല്ല എല്ലാ തെറ്റ് ചെയ്തവരുടെ ഒപ്പം മുഖ്യമന്ത്രിയുണ്ട്. മുഖ്യമന്ത്രി P. ശശിൻ്റെ കൂടെയാണ്, മുഖ്യമന്ത്രി അജിത് കുമാറിൻ്റെ കൂടെയാണ്. എന്നാൽ മുഖ്യമന്ത്രി അൻവറിൻ്റെ കൂടെയില്ല, മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ കൂടെയില്ല. അദ്ദേഹം ആകെ P. ശശിയും അജിത് കുമാർ എന്ത് പറയുന്നോ അതനുസരിച്ച് അദ്ദേഹം നീങ്ങുകയാണ്. കാരണം ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് പിണറായിയുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അതുകൊണ്ട് താൻ നിർദ്ദേശിച്ച് നടപ്പാക്കിയ കാര്യങ്ങൾ ഭാവിയിൽ പുറത്തു വരാതിരിക്കണമെങ്കിൽ പിണറായിക്ക് ഇവരെ സംരക്ഷിച്ചേ മതിയാവൂ. അതുകൊണ്ട് തന്നെ അജിത് കുമാറിനോടുള്ള പിണറായിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെങ്കിലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. ഞങ്ങൾ പറയുന്നത് പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഞങ്ങൾ ചെയ്യില്ല. അതിന് സമരമെങ്കിൽ സമരം, ഞങ്ങൾ ആ മാർഗത്തിലേക്ക് നീങ്ങുകയാണ്. ഈ ബാഹ്യ ഇടപെടൽ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ADGP തന്നെ ചെയ്തു, ADGP എന്ന വ്യക്തിയെ തന്നെയാണ് നിങ്ങളും ഉദ്ദേശിക്കുന്നത് എന്നാണോ? ഇപ്പോൾ PV അൻവർ പറഞ്ഞ കാര്യത്തോട് നിങ്ങളും യോജിക്കുന്നു എന്നാണോ? തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം വളരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ RSSുമായിട്ട് എന്ത് കാര്യങ്ങളാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പുറത്തു പറയുന്നില്ലല്ലോ. അത് 1 വർഷം മുൻപല്ലേ അദ്ദേഹം പറഞ്ഞു, ഞാൻ RSS നേതാക്കളെ കണ്ടു ഇന്ന ദിവസം തൃശ്ശൂർ. അത് 1 വർഷം മുമ്പുള്ള തിരക്കഥയുടെ തുടക്കമാണ്. എന്താണ് അന്നത്തെ സംഭാഷണം ഉണ്ടാവുക? ഞങ്ങൾ സംശയിക്കുന്നു. അതായത് BJPക്ക് അക്കൗണ്ട് തുറക്കാൻ എന്താണ് മാർഗം എന്നുള്ളതായിരിക്കണമല്ലോ അന്ന് ചർച്ച ചെയ്തതാണ്. അല്ലെങ്കിൽ സ്വകാര്യ ആവശ്യം, എന്ത് സ്വകാര്യ ആവശ്യമുള്ളത്? കേരളത്തിൽ UDFും LDFും എതിർക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാവിനെ എന്തിനാണ് ഒരു LDF സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പോയി കാണുന്നത്? അതാണ് ബിനോയ് വിശ്വൻ ചോദിച്ചത്, അതാണ് സുനിൽകുമാർ ചോദിച്ചത്. ഇന്നലെ പിണറായിൻ്റെ പത്രസമ്മേളനം അംഗീകരിക്കാൻ CPI തയ്യാറുണ്ടോ? ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ മാറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് മറ്റു പാർട്ടികളുടെ അഭിപ്രായം നോക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. CPI തയ്യാറില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം ചേരാനിരിക്കുന്നു. CPI പരസ്യ പ്രതികരണത്തിലേക്ക് നിലവിൽ വന്നിട്ടില്ല, പക്ഷേ അവരൊരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. ഏതായാലും ഞങ്ങൾക്ക് ആ തീരുമാനം ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങളുടെ തീരുമാനം ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ്. CPI അവർ LDFലെ ഘടകകക്ഷിയാണ്. അതിൽ തുടരണോ വേണ്ടേ എന്നുള്ള കാര്യം അവർ തീരുമാനിച്ചോട്ടെ, അത് ഞങ്ങളുടെ വിഷയമല്ല. ശ്രീ കെ മുരളീധരൻ ഈ അവസരത്തിൽ ഞങ്ങൾക്കൊപ്പം ചർച്ചയിൽ ചേർന്നതിന്.
കെ മുരളീധരൻ. ജുഡീഷ്യൽ അന്വേഷണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല കോൺഗ്രസ് UDF ഒരുമിച്ച് തന്നെ പ്രതിഷേധ സമരത്തിലേക്ക് നീങ്ങുകയാണ് എന്നുള്ള കാര്യമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അത് ആലോചിക്കാനായി അടുത്ത ദിവസം തന്നെ UDF യോഗം ചേരാനിരിക്കുന്നു. ചർച്ചയിൽ ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, വലത് നിരീക്ഷകൻ N ശ്രീകുമാർ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവരാണ് ഇനിയുള്ളത്. ഞാൻ ഹസ്കറിലേക്ക് പോകുന്നു. ശ്രീ BN ഹസ്കർ, ഇപ്പോൾ ഈ ADGPയുടെ റിപ്പോർട്ട് CPI അംഗീകരിക്കുന്നില്ല, BJP അംഗീകരിക്കുന്നില്ല, കോൺഗ്രസ് അംഗീകരിക്കുന്നില്ല. ആരോപണ വിധേയൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിലെ ഔചിത്യം എന്താണ് മുഖ്യമന്ത്രി അനൗചിത്യം എന്താണ് മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത്? അദ്ദേഹം തന്നെ റിപ്പോർട്ട് തരട്ടെ എന്ന് എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? സ്മൃതി, ഇതില് ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത്, ഞാൻ വിചാരിക്കുന്നത് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത് ഇത്തരം വിവാദങ്ങൾക്കൊക്കെ വളരെ മുമ്പാണ്. അന്വേഷണം ADGP ലോ ആൻഡ് ഓർഡറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം അതിന്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ കാതൽ എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ ധാരണകൾ പൊതുമധ്യത്തിൽ ഇല്ല എന്നുള്ള വസ്തുത കൂടി മുന്നിലുണ്ട്. എന്നാലും ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള അങ്കിത് അശോകിന്റെ പരിചയക്കുറവ് മൂലം സംഭവിച്ചിട്ടുള്ള പിഴവുകളാണ് തൃശൂർ പൂരം പോലുള്ളൊരു വലിയ മഹോത്സവത്തിന് കളങ്കമേൽക്കുന്ന തരത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നു. തൃശൂർ പൂരം നിശ്ചയമായും അങ്ങനെയല്ല. ഇതില് ഒരു കൊല്ലം മുമ്പ് RSS നേതാക്കന്മാരെ ADGP അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനത്തിന് വേണ്ടി കണ്ടു. ഒരുപക്ഷെ ഇടതുപക്ഷ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വ്യത്യസ്തമായ നിലപാടാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലും ആ ഗവൺമെന്റിലെ മേലുദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ RSS നേതാക്കന്മാരെ കാണാൻ പാടില്ല എന്ന രാഷ്ട്രീയ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷം നിൽക്കേണ്ടത്. അതൊരുപക്ഷെ CPIയും അത്തരമൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് വരും ദിവസങ്ങളിൽ പാർട്ടി ഔദ്യോഗികമായി എത്തുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുതന്നെയാണ് ഇക്കണം രാഷ്ട്രീയ നിലപാട്. പക്ഷെ അതിനപ്പുറം അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കന്മാരെ കണ്ടിട്ടുണ്ട് എങ്കിൽ RSS നേതാക്കന്മാരെ കാണുന്നതിന്റെ വസ്തുതകളെ സംബന്ധിച്ച് പരിശോധിക്കുകയും അത് പരിശോധിക്കുന്നതിന് DGPയെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണം നടക്കുകയാണ്. അത് നിയമപരമായി തെറ്റാണോ സാങ്കേതികമായി തെറ്റാണോ എന്നാണ് DGP പരിശോധിക്കുക. രാഷ്ട്രീയമായ പരിശോധന എങ്ങനെയാണ് DGP നടത്തുക? അഡ്വക്കേറ്റ് BN ഹസ്കർ, അതൊന്നാമത്തെ കാര്യം. മാത്രമല്ല, താങ്കൾ ഈ പറയുന്ന താങ്കളുടെ ഒരു രാഷ്ട്രീയ ബോധ്യമുണ്ടല്ലോ, RSS നേതാക്കളെ ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ ഇടത് നയം നടപ്പാക്കേണ്ട പോലീസ് കണ്ടുകൂടാ എന്നുള്ള താങ്കളുടെ ബോധ്യമുണ്ടല്ലോ. അങ്ങനെ ഒരു ബോധ്യം മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ഉണ്ടായിരുന്നില്ല, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി താങ്കൾ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്ന ഘട്ടത്തിൽ ഈ ADGP ആരോപണ വിധേയനായിരുന്നില്ല, ശരിയാണ്. പക്ഷേ ഒരു മാസത്തിനകം ഈ മൊഴിയെടുക്കലുള്ള കാര്യങ്ങളൊക്കെ ഒരു മാസം നടന്നു, അതിനുശേഷം ഒന്നും സംഭവിച്ചിട്ടില്ല. 5 മാസമായി, ഒരാഴ്ചക്കകം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്ന റിപ്പോർട്ടാണ്, മുഖ്യമന്ത്രി പരസ്യമായി പറഞ്ഞ റിപ്പോർട്ടാണ്. പക്ഷേ പിന്നെ ഒന്നും സംഭവിച്ചിട്ടില്ല, അന്വേഷണവും ഉണ്ടായിട്ടില്ല. പിന്നീട് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായ ഘട്ടത്തിലാണ്, വിവാദങ്ങൾ ഉണ്ടായി ADGP ആരോപണ വിധേയനായ ശേഷം ഈ ADGP മുഖ്യമന്ത്രിയെ ചെന്ന് കാണുകയാണ്, എനിക്ക് അല്പം കൂടി സമയം വേണം ഈ റിപ്പോർട്ട് നൽകാനെന്ന്. ആ ഘട്ടത്തിൽ തീരുമാനിക്കാമല്ലോ, നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കണ്ട, നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കാമല്ലോ. അങ്ങനെയല്ല. അപ്പോൾ ആ ആരോപണ വിധേയൻ തന്നെ അന്വേഷിക്കട്ടെ, റിപ്പോർട്ട് തയ്യാറാക്കട്ടെ എന്ന് തീരുമാനിക്കുന്നിടത്താണ് മുഖ്യമന്ത്രി ADGPക്കൊപ്പമാണ്. പൂർണ്ണ മനസ്സോടെ ഈ ആരോപണങ്ങൾ മുഖ്യമന്ത്രി ആദ്യമേ തള്ളി, അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പേ തള്ളി എന്നുള്ളതാണ്. സ്മൃതി, അങ്ങനെ ഇതിനെ നമുക്ക് വായിക്കാൻ കഴിയില്ല. കാര്യം അത് എഴുതാപ്പുറം വായനയുടെ ഭാഗമായി തന്നെ കാണേണ്ടി വരും. കാരണം ഇവിടെ നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നമുള്ളത്, കഴിഞ്ഞ പൂരത്തിന്റെ തൊട്ടും ഒരു കൊല്ലം മുമ്പാണ് RSS നേതാക്കന്മാരെ ദത്താത്രേയ ഹൊസബലിനെയും റാം മാധവനെയും ADGP അരുൺകുമാർ കാണുന്നതും അദ്ദേഹം സ്വകാര്യ സന്ദർശനം നടത്തുന്നതും. അത് സംബന്ധിച്ച് രാഷ്ട്രീയ ധാരണ വ്യത്യസ്തമാണ്. ആ രാഷ്ട്രീയ ധാരണയ്ക്കപ്പുറം ഒരു സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും സംഘടനയുടെ നേതാക്കന്മാരെ കാണുക എന്ന് പറയുന്നത് നമുക്ക് പരിശോധിക്കാനാവുക, നമ്മുടെ നിയമപരമായി നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും അതല്ലെങ്കിൽ സർക്കുലറുകളും വെച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ RSS നേതാക്കന്മാരെ കാണാൻ പാടുണ്ടോ എന്നുള്ള വസ്തുതയാണ്. നമുക്കറിയാം, കേന്ദ്ര മന്ത്രാലയത്തിന്റെ പേഴ്സണൽ മന്ത്രാലയം ഇപ്പോൾ ഇറക്കിയിട്ടുള്ള ഉത്തരവും പ്രകാരം RSSൽ പ്രവർത്തിക്കുന്നതിന് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിർബാധം തുടരാം. പക്ഷെ യൂണിഫോം ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പോലീസ് സേനയിലെ ആളുകൾക്ക് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം വരുന്നതിന് മുമ്പാണ് ആ കൂടിക്കാഴ്ച ഉണ്ടായിരിക്കുന്നത്. ദയവായി ഒന്ന് BJP പ്രതിനിധി പ്രിന്റു മഹാദേവ് കൂടിയുണ്ട്, അദ്ദേഹത്തിന്റെ പേര് പറയാൻ മറന്നുപോയതിൽ ക്ഷമിക്കണം ശ്രീ പ്രിന്റു. BN ഹസ്കർ, തുടരാം. അല്ല സ്മൃതി, ഇതില് രാഷ്ട്രീയമായ ബോധ്യത്തിനപ്പുറം സാങ്കേതികത കൂടി കടന്നു വരുന്ന ഒരു വിഷയമാണ്.
ഇപ്പോൾ ADGP നടത്തിയിട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ അദ്ദേഹം വിവാദത്തിലാകുന്നതിന് മുമ്പേ നടത്തിയിട്ടുള്ള അന്വേഷണവും ആ അന്വേഷണം പൂർത്തീകരിക്കുന്നു. ഒരുപക്ഷെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് മറ്റു സംശയം ജനിപ്പിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയും ഒരു കേരള പോലീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുള്ള അന്വേഷണത്തെ അങ്ങനെ കളങ്കിതമായി കാണാൻ കഴിയില്ല എന്ന കാഴ്ചപ്പാട് കൂടി നമുക്കുണ്ടാവണം. എല്ലാ വിഷയങ്ങളെയും നമ്മൾ മഞ്ഞക്കണ്ണോടുകൂടി മഞ്ഞക്കണ്ണോടുകൂടി CPI കാണുന്നു, മഞ്ഞക്കണ്ണോടുകൂടി കോൺഗ്രസ് കാണുന്നു, BJP കാണുന്നു. BJP വരെ പറയുകയാണ്, അവിടെ തൃശ്ശൂർ പിടിച്ച BJPയും പറയുകയാണ് അവിടെ അന്വേഷണം വേണമെന്ന്. അങ്ങനെയല്ല, നമുക്ക് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ കണക്ക് ഇപ്പൊ പരിശോധിക്കേണ്ട, നമുക്ക് കണക്കല്ല, നമുക്ക് പൂരം കലക്കിയോ എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ തൃശ്ശൂരിലെ കണക്ക് ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടാണ് ശ്രീ ഹസ്കർ, വേറൊന്നും കൊണ്ടല്ല. ഈ പൂരത്തിന്റെ ദിവസം ഏതൊക്കെ രീതിയിൽ അവിടെ ഇടപെടലുണ്ടായി, അതൊരു SP മാത്രം നടത്തിയ തടസ്സങ്ങളാണ് എന്ന് താങ്കളും വിശ്വസിക്കുന്നുണ്ടോ? സ്മൃതി, അതില് ഒരുപക്ഷെ അന്നത്തെ കമാൻഡിംഗ് ഓഫീസർ എന്ന നിലയിൽ സിറ്റി പോലീസ് കമ്മീഷണറാണ് കമാൻഡിംഗ് ഓഫീസർ ആയിട്ടിരിക്കുക. അങ്ങ് തൃശ്ശൂരിലെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിങ്സ്, തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിന്റെ പോലീസിന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് കൃത്യമായി സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള അപക്വവും അദ്ദേഹത്തിന്റെ പരിചയക്കുറവ് മൂലം ഉണ്ടായിട്ടുള്ള ഇടപെടലുകളുമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക മഹോത്സവമായി തൃശ്ശൂർ പൂരം കലങ്ങാനിടയായിട്ടുള്ളത്. തൃശ്ശൂരിന്റെ മാത്രം അല്ലെങ്കിൽ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരുടെ മാത്രം പ്രശ്നമായി അതിനെ ചുരുക്കി കാണുന്നിടത്താണ് വലിയ പ്രശ്നം. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തൃശ്ശൂർ പൂരം കാണുന്നതിനു വേണ്ടി ധാരാളം ആളുകൾ എത്തിച്ചേരുന്നതാണ്. അവിടെ ഏതെങ്കിലും അസ്വാഭാവിക സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന്റെ മൊത്തം ആഘാതം തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മാത്രം വരും എന്ന് കരുതുന്നത് മൗഢ്യമാവും. അത് തികഞ്ഞ ദക്ഷിണാബോധത്തോടു കൂടിയുള്ള ഒരു നോക്കിക്കാണലും അല്ല എന്ന വിലയിരുത്തലാണ് എനിക്ക് വ്യക്തിപരമായി പങ്കുവെക്കാനുള്ളത്. കാരണം തൃശ്ശൂരിൽ എത്തിച്ചേരുന്നത് നിരവധി ആളുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും. അപ്പൊ സ്വാഭാവികമായി അവരൊക്കെ തന്നെ BJPക്ക് അനുകൂലമായി കേരളത്തിലെമ്പാടും വോട്ട് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകും. ഒരുപക്ഷെ കേരളത്തിൽ തൃശ്ശൂർ പൂരം കലങ്ങിയത് കൊണ്ടാണ്, ഏപ്രിൽ 19 നടന്ന തൃശ്ശൂർ പൂരം കലങ്ങിയത് കൊണ്ട് 24 നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ അത് വലിയ തോതിൽ സ്വാധീനിച്ചു, കേരളത്തിലാകമാനം BJPക്ക് വോട്ട് വർധന ഉണ്ടാക്കുന്നുണ്ട്, സാഹചര്യം സൃഷ്ടിച്ചു എന്ന വിലയിരുത്തൽ ഇനി നാളെ വന്നുകൂടായികയില്ല. അങ്ങനെ വിലയിരുത്തുന്നതിൽ അപാകതയുണ്ട്. അതല്ല നമ്മുടെ പ്രശ്നം. തൃശ്ശൂർ പൂരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ എന്തെങ്കിലും തരത്തിൽ പിശകുകൾ ഉണ്ടായിട്ടുണ്ടോ? തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത് കേരളത്തിലെ പൂരങ്ങളും അതുപോലെ കേരളത്തിലെ പ്രഗത്ഭമായ എല്ലാ ഉത്സവങ്ങളും ങ്ങളുടെയും അവലംബ മാർഗമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറാണ്. അത് തന്നെയാണ് കേരളത്തിലെ വിവിധ ഉത്സവങ്ങളെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ റവന്യൂ വകുപ്പും അതുപോലെ തന്നെ പെട്രോളിയം വകുപ്പും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെ താതാത്മ്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ളതിനുള്ള വ്യക്തമായ മാർഗനിർദ്ദേശം ആദ്യമായി ലിഖിതമായിട്ടുള്ളത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത് ഒരു തരത്തിലും പിശകുള്ളതല്ല. ഒരുപക്ഷെ ശ്രീ അങ്കിത് അശോകന് ഏതെങ്കിലും തരത്തിൽ അക്കാര്യത്തിൽ അപാകതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ്. അങ്കിത് അശോകിനെ ഇതിനകം സ്ഥലം മാറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്കിത് അശോക് മാത്രം ആലോചിച്ചിട്ട് ഈ മുഴുവൻ അട്ടിമറികളും നടത്തി, അതായത് ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചു എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നതെങ്കിൽ ബാക്കിയുള്ളവർക്കും പറയാനുള്ളത് കേൾക്കണമല്ലോ. തൃശ്ശൂർക്കാരൻ തന്നെയായ ശ്രീ ശ്രീകുമാറിലേക്ക് ഞാൻ പോവുകയാണ്. ശ്രീ N. ശ്രീകുമാർ, SP-ക്ക് പരിചയക്കുറവ് മൂലം സംഭവിച്ച പിഴവുകൾ എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. ഇപ്പോൾ BN ഹസ്കറും അത് ആ രൂപത്തിലാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ VS സുനിൽകുമാറിന് അത് ബോധ്യമാകുന്നില്ല, കോൺഗ്രസിനും അത് ബോധ്യമായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. BJPയും അതിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് നടന്നത്? ഈ ADGP അന്ന് തൃശ്ശൂരിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല എന്നാണോ? പിറ്റേ ദിവസം പത്രത്തിൽ വന്ന വാർത്തയിൽ ADGP തൃശ്ശൂരിലുണ്ടായിരുന്നു എന്ന ഒരു വരി വാർത്തയിലുണ്ട്. ADGP തൃശ്ശൂരിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ആ ഭാഗത്തേക്ക് വന്നില്ല. നോക്കൂ സ്മൃതി, നമ്മൾ തൃശ്ശൂർ പൂരത്തിന്റെ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴേ നമ്മളതില് കുറച്ചൊരു നീതിബോധം കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകളൊക്കെ അതിന്റെ അന്ത്യം എങ്ങും എത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ പൂരം അടുത്ത വർഷവും നടക്കും. ഇവിടെ സത്യത്തിൽ സംഭവിച്ചത് ഈ ഗവൺമെന്റിന്റെ ഒരു മണ്ടത്തരം കൊണ്ടാണ്. കാരണം തൃശ്ശൂർ പൂരത്തിന് പോലീസ് സംവിധാനം പരാജയപ്പെട്ടു. അതിന്റെ കാരണക്കാര് LDF ഗവൺമെന്റിന്റെ ആ ഒരു നേതൃത്വം തന്നെയാണ്. കാരണം പൂരത്തിന് ഒരു സമയക്രമമുണ്ട്. ആ സമയക്രമം കൃത്യമായി പാലിക്കേണ്ട ചുമതലയാണ് പോലീസിനുള്ളത്. പൂരം നടത്തുന്നത് 2 വലിയ ക്ഷേത്രങ്ങളും 9 ചെറിയ ക്ഷേത്രങ്ങളുമാണ്.
പരിപൂർണമായും ക്ഷേത്രച്ചടങ്ങ്, 30 മണിക്കൂർ ഇടതടവില്ലാത്ത ക്ഷേത്രച്ചടങ്ങ്. അതിൽ ഗവൺമെന്റിന്റെ ഒരു വിധത്തിലുള്ള ഇടപെടലിന്റെ ആവശ്യമില്ല, മുമ്പുണ്ടായിട്ടുമില്ല. ഗവൺമെന്റിന് ആകപ്പാടെ ചെയ്യേണ്ട കാര്യം പോലീസിനെ ഒരുക്കി കൊടുക്കുക, കുടിവെള്ളം കൊടുക്കുക. ഈ 2 കാര്യങ്ങളെ പൂരത്തിന് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരബദ്ധം പറ്റി, അബദ്ധമല്ല, അദ്ദേഹം അത് ആളുകളെ തടഞ്ഞു, പൂരത്തിന് വന്ന ആളുകളെ തടഞ്ഞു. അതോടെ പൂരത്തിന്റെ 30 മണിക്കൂർ ചടങ്ങിലെ രാത്രിയിലെ മഠത്തിൽ നിന്നുള്ള വരവ് തടസ്സപ്പെട്ടു. ഇതാണ് പ്രശ്നം. ഇത് അന്ന് പിറ്റേന്ന് തന്നെ അന്വേഷണം നടത്തി പോലീസ് തലത്തിൽ, കാരണം അന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുക, പോലീസ് തലത്തിൽ അന്വേഷണം നടത്തി ഇന്നിപ്പോ ഉള്ള റിപ്പോർട്ട് അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം അന്ന് തീർന്നേനെ. ശരി. പക്ഷെ ഗവൺമെന്റും പോലീസും അത് നിഷ്ക്രിയത്വമാണ്. അതിന്റെ കാരണം എന്താ വെച്ചാല്, ഈ തൃശ്ശൂർ പൂരത്തെ മറ്റുള്ള ഉത്സവങ്ങളെ പോലെ കണ്ടു. കാരണം ഇത് 2 ദിവസം കഴിഞ്ഞാൽ മറന്നുപോകും എന്നൊരു ധാരണയുണ്ടായിരുന്നു. പിന്നെന്താ വെച്ചാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, അതായത് ഈ RSS ബന്ധവും സുരേഷ് ഗോപിയുടെ വരവും എല്ലാം വിലയിരുത്തിക്കൊണ്ട് ചർച്ചകൾ മാറിയപ്പോൾ അത് രാഷ്ട്രീയ ഗൂഢാലോചനയിലേക്ക് വന്നു. ഈ രാഷ്ട്രീയ ഗൂഢാലോചന തെളിയിക്കേണ്ടത് രാഷ്ട്രീയ കക്ഷികളാണ്. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സർക്കാരിന് പറ്റിയ ഒരു മണ്ടത്തരമാണിത്. ആ മണ്ടത്തരത്തിൽ ഇപ്പം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അത് കുറ്റം പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഗൂഢാലോചനയാണ് CPI പറയുന്നത്. ശ്രീകുമാർ, ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. ഇപ്പോൾ സർക്കാരിന് വഴങ്ങി, പാർട്ടിക്ക് വഴങ്ങി ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നു PV അൻവർ ഇനി ഈ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എന്നുള്ള സൂചനകളാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിനോട്, ഈ നാട്ടിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരോട്, പൊതുസമൂഹത്തിനോട് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നടക്കുന്ന സംഭവവികാസങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത്. എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിൻ്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ്. പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല എന്ന് തുടങ്ങി ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന സൂചന നൽകിയാണ്. ഇപ്പോൾ മുബഷീറുണ്ട് വിവരങ്ങളുമായി. മുബഷീർ, അൻവർ വഴങ്ങാൻ പോകുന്നു എന്നുള്ള ബ്രേക്കിംഗ് നമ്മൾ നേരത്തെ കൊടുത്തതാണ്. പാർട്ടിക്ക് വഴങ്ങുന്നു എന്നുള്ള തീരുമാനത്തിലേക്ക് പോയ കാര്യം നമ്മൾ വാർത്ത നൽകിയതാണ്. ഇപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മറുപടിയുമായാണ് ഇപ്പോൾ PV അൻവർ MLA രംഗത്ത് വന്നിരിക്കുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അൻവർ ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. വിഷമത്തോടെയാണ് ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത് എന്നൊരു ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ലെന്നും പിന്നോട്ടില്ലെന്നും PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചത് വിഷയത്തിന്റെ ഗ്രാവിറ്റി കൊണ്ടാണ്. കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് ഒരു തരത്തിലും വിയോജിപ്പെന്നും PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടി സഖാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന ബോധ്യമുണ്ട്, മറ്റു വഴികൾ ഉണ്ടായിരുന്നില്ല, ക്ഷമ ചോദിക്കുന്നതായും PV അൻവർ പറഞ്ഞു വെക്കുന്നുണ്ട്. സ്വാഭാവികമായും അൻവറിന്റെ തുടർച്ചയായിട്ടുള്ള പോലീസിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ, അതിൽ മുഖ്യമന്ത്രി തന്നെ ഒടുവിൽ PV അൻവറിനെതിരെ രംഗത്ത് വരുന്നു. ഏറ്റവും ഒടുവിൽ CPM പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയായി തന്നെ അൻവറിനെതിരെ രംഗത്ത് വന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്ന സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ വിഷമത്തോടെയാണ് ഈ വിഷയങ്ങളിൽ ഇടപെട്ടിരുന്നത്. എന്നാൽ ഇത് സാധാരണക്കാരായ പാർട്ടി അണികളുടെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്കായി ഏറ്റെടുത്ത് നടത്തേണ്ടി വന്ന പ്രവർത്തനമാണ് എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. പാർട്ടിയിൽ തന്നെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ തനിക്കുണ്ടായിരുന്നു എന്ന് പരോക്ഷമായി അൻവർ സൂചിപ്പിക്കുന്നുണ്ട്. പോലീസിലെ ചില പുഴുക്കുത്തുകൾക്കെതിരെയാണ് ശബ്ദമുയർത്തിയത്. അക്കാര്യത്തിൽ ലവലേശം കുറ്റബോധമില്ല, പിന്നോട്ടുമില്ല. സ്വാഭാവികമായും പാർട്ടിയുടെ ഒരു പ്രസ്താവന, നിലപാട് വന്നിട്ടുണ്ടെങ്കിലും, മുഖ്യമന്ത്രി തന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും, അല്ലെങ്കിൽ അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് അൻവർ പറഞ്ഞു വെക്കുന്നത്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് സർക്കാരിന് നൽകിയ പരാതിയിന്മേൽ സർക്കാർ പല അടിയന്തര നടപടികളും സ്വീകരിച്ചതിൽ ആ ഒരു വിഷയങ്ങളുടെ ഒക്കെ തന്നെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും. വിശേഷം SP സുജിത് ദാസിനെതിരെ എടുത്ത സസ്പെൻഷൻ നടപടി, ADGP അജിത് കുമാറിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നാൽ കുറ്റാരോപിതർ തൽസ്ഥാനത്ത് തുടരുന്നതിനോട് അന്നും ഇന്നും വിയോജിപ്പാണെന്നും അൻവർ അതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. സ്വാഭാവികമായും ക്രമസമാധാന ചുമതലയിൽ നിന്നും ADGP അജിത് കുമാറിനെ മാറ്റാത്തതിലുള്ള പ്രതിഷേധം അൻവർ അതിലൂടെ പറയുന്നുണ്ട്. അത് പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഈ നാട്ടിലെ സഖാക്കളെയും പൊതുജനങ്ങളെയും ബാധിക്കുന്ന ഗൗരവതരമായ വിഷയം എന്ന നിലയിലാണ് ഈ വിഷയത്തെ
സമീപിച്ചത് എന്നുള്ളതാണ് അൻവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിനായി ആരും നടക്കാത്ത വഴികളിലൂടെയൊക്കെ നടക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് അൻവർ പറയുന്നുണ്ട്. അത് തന്റെ പ്രിയപ്പെട്ട പാർട്ടി സഖാക്കൾക്കാണ് എന്നുള്ളതാണ് അൻവർ സ്വാഭാവികമായും പറഞ്ഞു വെക്കുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഏറ്റവും ഒടുവിലാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത്തരം ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ നമ്മൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. പാർട്ടിക്ക് വഴങ്ങുന്ന രീതിയിൽ തന്നെയായിരിക്കും അൻവറിന്റെ സമീപനം ഉണ്ടാകുക എന്നുള്ളത്. സമാനമായ രീതിയിലുള്ള പ്രതികരണം അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്നു. സ്മൃതി, ശരി. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അൻവർ ഈ രൂപത്തിൽ പ്രതികരിക്കാൻ പാടില്ല എന്ന ഒരു അന്ത്യശാസനത്തിന്റെ രൂപത്തിലുള്ള പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഇപ്പോൾ PV അൻവർ നിലപാട് മാറ്റിയത് എന്നുള്ളത് പ്രധാനമാണ്. ഇന്നലെ PV അൻവർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും PV അൻവറെ തള്ളിയുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷവും അതിരൂക്ഷമായ പ്രതികരണം നടത്തിയിരുന്നു. അതിൽ ഒന്നും അറിയാത്ത പാവം എന്നാണ് മുഖ്യമന്ത്രിയെ പറഞ്ഞത്. സ്വർണ്ണക്കടത്തുകാരിൽ നിന്നും പണം പറ്റുന്നുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിന് പിന്നാലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വെല്ലുവിളിയുടെ ഭാഷയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം വന്നിരിക്കുന്ന പ്രതികരണം ആയുധം വച്ച് കീടങ്ങളായി വിലയിരുത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ശ്രീ BN ഹസ്കർ, ഈ വിഷയത്തിൽ കൂടി ഒന്ന് പ്രതികരിക്കണം. ഇപ്പോൾ PV അൻവർ എടുത്തിരിക്കുന്ന നിലപാട്, അദ്ദേഹത്തിൻ്റെ ഭാഷയിലൊന്നും വലിയ വ്യത്യാസമില്ല. പറയുന്ന കാര്യങ്ങളിൽ ചില കുത്തലുകൾ ഉണ്ട് എന്നും തോന്നിക്കുന്ന കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളത്. തൻ്റെ സ്ട്രാറ്റജി മാറ്റുന്നു, തന്ത്രം മാറ്റുന്നു എന്ന നിലയ്ക്ക് കണ്ടാൽ മതിയോ? ശ്രീ BN ഹസ്കർ, അങ്ങനെയല്ല. ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ആർജിക്കേണ്ട പ്രാഥമിക മര്യാദയാണ് സഖാവ് അൻവർ ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ശ്രീ PV അൻവർ എന്ന സംബോധന ചെയ്യാനാണ് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി. കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറയുമ്പോൾ പാർട്ടിക്ക് വിധേയമായി നിന്നു വേണം അദ്ദേഹം പ്രവർത്തിക്കാൻ. അദ്ദേഹത്തെ നിശിതമായി പല ഘട്ടത്തിലും ഈ വിവാദത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹത്തെ നിശിതമായി വിമർശിച്ചു തുടങ്ങിയ ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പാർട്ടിയുടെ രീതിയല്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല, കമ്മ്യൂണിസ്റ്റ് രീതിയല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വിധേയമായിക്കൊണ്ട് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയുന്നതിനുള്ള ധൈര്യം കാണിക്കുന്ന തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണെന്ന ബോധ്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്. ഈ ഘട്ടത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ തട്ടിയ അഭിവാദ്യം അർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പാർട്ടിക്ക് വഴങ്ങിക്കൊണ്ട്, പാർട്ടിയാണല്ലോ എല്ലാത്തിനും ഇത്, ജനങ്ങൾക്ക് വിശ്വാസമുള്ള സാധാരണ ജനങ്ങളാൽ കെട്ടപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് CPIM. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ആ സമയത്ത് ബോധ്യപ്പെടാത്ത പിന്നെ എന്ത് ബോധ്യപ്പെടലാണ് പിന്നെ ഉണ്ടായ മണിക്കൂറുകളിൽ സംഭവിച്ചിരിക്കുന്നത്? അതൊരു ബോധ്യപ്പെടലാണോ, അത് ഭയപ്പെടുത്തി നിർത്തലാണോ? അൻവറിനെതിരെ നീങ്ങും എന്നുള്ള കൃത്യമായ സൂചനകൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു. അവിടെ പോലീസിനെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിന്തുണയ്ക്കുന്നവരാണ്. അവിടെ സ്വർണ്ണക്കള്ളക്കടത്തുകാരെ പിടിച്ചതിനാണ് പോലീസിനെതിരെ ചിലർ തിരിഞ്ഞത് എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അപ്പോൾ അൻവറിനെ അതിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാചകങ്ങളിൽ. ആ രൂപത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങും എന്നുള്ള സൂചനകൾ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു തന്ത്രം മാറ്റുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ BN ഹസ്കർ, സ്മൃതി, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ ആദ്യാവസാനം വരെ അദ്ദേഹം അത്തരത്തിൽ പറഞ്ഞില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദ്യം ആവർത്തിക്കുകയും അങ്ങ് പറയുന്ന രീതിയിൽ കള്ളക്കടത്തുകാരോ അല്ലെങ്കിൽ ഹവാല ഇടപാടുകാരുമായിട്ടോ അൻവറിന് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അതിന്റെ അർത്ഥം അദ്ദേഹത്തിന്റെ വായിൽ ആ ഉത്തരം തിരുകേണ്ട ആവശ്യമില്ല, അങ്ങനെ അഡ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ഇപ്പൊ സഖാവ് അൻവറിന് വന്നിട്ടുള്ളത് വൈകി വന്ന വിവേകം. അദ്ദേഹം ആ വൈകി വന്ന വിവേകത്തിലാണ് പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ഉത്തമനായിട്ടുള്ള ഒരു അനുയായി എന്ന നിലയിൽ, അനുഭാവി എന്ന നിലയിൽ, പാർട്ടിയുടെ പ്രവർത്തകർ എന്ന നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട ഏറ്റവും ആർജവമുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു മനുഷ്യനായി ഒരിക്കലും കാണാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ഭീഷണിക്ക് വഴങ്ങുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നില്ല, ഇങ്ങനെ പറയുന്ന ആളാകുമായിരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 2 ആളുകൾക്ക് നേരെ, അതുപോലെ തന്നെ പോലീസിലെ ചില പുഴുക്കുത്തുകൾ എന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ പ്രമുഖരായ പോലീസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആക്രമിച്ചുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ടതുണ്ട് എങ്കിൽ
അങ്ങനെ അദ്ദേഹം പെരുമാറുമായിരുന്നില്ല എന്നാണ് പി ഞാൻ വി അൻവറിനെതിരെ കരുതുന്നത്. നിരവധി കേസുകളുണ്ട് നിലവിൽ ശ്രീ BN ഹസ്കർ. മാത്രമല്ല ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം, ലീഗിന്റെ പ്രതികരണം അങ്ങോട്ടേക്ക് താല്പര്യമില്ല എന്ന് കൃത്യമായി വരുന്നു. ഇപ്പുറത്ത് CPM നേതാക്കൾ ഓരോരുത്തരായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. വിജയരാഘവന്റെ പ്രതികരണം, അപ്പുറത്ത് റഹീമിനെ പോലുള്ള യുവ നേതാക്കളുടെ പ്രതികരണം. ഇതിങ്ങനെ തുടർച്ചയായി പ്രതികരണങ്ങൾ അൻവറിനെ തള്ളി വരുന്നു. പതുക്കെ പതുക്കെ സമൂഹ മാധ്യമങ്ങളിൽ അൻവറിന് കിട്ടിയ വലിയ പിന്തുണ താഴേക്ക് പോകുന്നു. ഇതൊക്കെ ഒരു സൂചനയാണ്. ഇനി നിൽക്കക്കള്ളിയില്ലാതെ തൽക്കാലം വഴങ്ങാം. ഇതൊരു തന്ത്രമായി കണ്ടാൽ പോരെ? താങ്കളെ തന്നെ അധിക്ഷേപിച്ചുകൊണ്ട് ചർച്ചയിൽ പങ്കെടുത്ത അൻവറിന്റെ നിലപാടിനെ വിമർശിച്ചതിന് അധിക്ഷേപിച്ച് തന്നെ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ശൈലി. അല്ല, അദ്ദേഹത്തിന്റെ ശൈലിയിൽ അങ്ങനെ പറയുന്നതിൽ എനിക്ക് യാതൊരു തരത്തിലുമുള്ള ഖേദമില്ല. കാരണം അദ്ദേഹത്തിന് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ്. അദ്ദേഹം പലപ്പോഴും പ്രതികരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിക്ക് എതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രതികരണം മ്ലേച്ഛകരവും ലജ്ജാകരവുമായിട്ടുള്ള പ്രതികരണമാണ്. അപ്പൊ അതുപോലെ അദ്ദേഹം താങ്കൾ പറയുന്നത് മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടില്ല. അന്ന് അദ്ദേഹം നല്ല പാർട്ടിക്കാരനായിരുന്നു. ഇപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കോൺഗ്രസ് പാരമ്പര്യമൊക്കെ മുഖ്യമന്ത്രിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെയല്ല, നമ്മൾ ഒരു വ്യക്തി നടത്തുന്ന വിമർശനങ്ങളെ ആ വിമർശനത്തിന്റെ താതാത്മ്യത്തിൽ നിന്ന് വേണം നാം അതിനെ കാണാൻ. ആ വിമർശനത്തിന്റെ ഗൗരവത്തിൽ അതിനെ കാണണം. ഒരുപക്ഷെ ഇപ്പോ അൻവർ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളെ വളരെ ഗൗരവത്തിൽ പാർട്ടിയും ഗവൺമെന്റും ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം എഴുതി നൽകിയിട്ടുള്ള പരാതികളെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നലകൾ വന്നിട്ടുള്ള ശൈലിയിൽ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതാണ്. അങ്ങനെ മാധ്യമങ്ങളെ കാണാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ സന്ദേശം പാർട്ടിയും മുഖ്യമന്ത്രിയും പല ഘട്ടങ്ങളിൽ നൽകിയിട്ടും അദ്ദേഹം അത് ലംഘിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള പിശക്. ആ പിശക് അദ്ദേഹം തിരുത്തുന്നു. അത് തിരുത്തുന്നത് ഏറ്റവും ആശ്വാസകരമാണ്. അത് അദ്ദേഹത്തിന്റെ കീഴടങ്ങലായോ അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഭയപ്പെട്ട് വിധേയപ്പെട്ട് നിൽക്കുന്നു എന്ന തരത്തിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ അദ്ദേഹം ശബ്ദിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുന്ന തരത്തിൽ അദ്ദേഹം പെരുമാറുന്നില്ല എന്നതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങനെ നമുക്ക് കാണാനാവില്ല. അങ്ങനെ കാണേണ്ട സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാനുള്ളതൊക്കെ അൻവർ ഇട്ട് തന്നു കഴിഞ്ഞിരിക്കുന്നു ശ്രീ BN ഹസ്കർ. ബാക്കി ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പറയാനുള്ളത് അങ്ങേയറ്റം പറഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയ ശേഷവും പറഞ്ഞു ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് എന്ന ഭീഷണിയും മുഴക്കി. അതിനുശേഷം ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവന വന്നപ്പോഴേക്കും നല്ല പാർട്ടിക്കാരനാകുന്നു, നല്ല സഖാവാകുന്നു, അതല്ലാതെ തരമില്ല എന്ന രൂപത്തിലേക്ക് എന്താണ് അതിനിടയ്ക്ക് നടന്നത് എന്നാണ് അറിയേണ്ടത്. ശ്രീ അൻവർ പാർട്ടിക്ക് കീഴടങ്ങുന്നു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രതികരണം നടത്തിയിരിക്കുന്ന വിശദാംശങ്ങളുമായ ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷവും തോന്നാതിരുന്ന ഈ കീഴടങ്ങാനുള്ള ആലോചന, ആയുധം വെച്ച് കീഴടങ്ങാനുള്ള ആലോചന ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം വരുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇതൊരു താൽക്കാലിക തന്ത്രമായിട്ട് മനസ്സിലാക്കിയാൽ മതിയോ? കാരണം ഇത് ഖേദപ്രകടനം, കുറ്റബോധമില്ല, പിന്നോട്ടില്ല തുടങ്ങിയ അദ്ദേഹത്തിന്റെ സ്ഥിരം ശൈലിയൊക്കെ ഈ പോസ്റ്റിലുമുണ്ട്. സ്മൃതി, സാധാരണ പാർട്ടി പ്രവർത്തകരാണ് ഈ പാർട്ടിയുടെ അടിത്തറ. അവരെ തൻ്റെ ഇടപെടലുകൾ, പ്രതികരണങ്ങൾ, ആരോപണങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അവരോട് ക്ഷമ ചോദിക്കുന്നു എന്ന സ്വരത്തിലാണ് PV അൻവർ ഇത്തരമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് സർക്കാരും അതോടൊപ്പം തന്നെ പാർട്ടിയും ആക്രമിക്കപ്പെടുമ്പോൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയ ശത്രുക്കളാൽ ആക്രമിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയോടൊപ്പം നിൽക്കുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അൻവർ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ മുന്നോട്ട് വെച്ച ആക്ഷേപങ്ങളിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്ന കാര്യം കൂടി അൻവർ വ്യക്തമാക്കുന്നു. അത് ഏത് രീതിയിൽ ചാപ്പയടിക്കപ്പെട്ടാലും, മുൻവിധികളും ചാപ്പയടിക്കലും എന്ന് അത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാമെന്ന് ബ്രാക്കറ്റിൽ പറഞ്ഞുകൊണ്ടാണ് അൻവർ ഈ പോസ്റ്റ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് നേരെ വന്ന ചില ആക്ഷേപങ്ങളെ ചാപ്പയടിക്കലായും മുൻവിധിയായും അദ്ദേഹം കാണുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ വിമർശനങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അൻവർ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടിനെ കരുതി പാർട്ടിയുടെ ഒരു സുസംഘടിതമായ ശൈലി നിലനിർത്തുന്നു എന്ന അർത്ഥത്തിൽ സാധാരണ പാർട്ടി പ്രവർത്തകരെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി താൽക്കാലികമായൊരു പിൻവാങ്ങൽ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. വൈകാരികമായ ഒരു നിലയിൽ തന്നെയാണ് അൻവർ ഇത് എഴുതിയിരുന്നത്. ഈ കാര്യത്തിൽ പോലീസിലെ ചില പുഴുക്കുത്തുകളെ പുറത്തു കൊണ്ടുവരാൻ മറ്റാരും നടക്കാത്ത വഴിയിലൂടെ തനിക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് സാധാരണ പാർട്ടി പ്രവർത്തകർക്കും മറ്റും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ക്ഷമ ചോദിക്കുന്നു, അവരോട് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുന്നതാണ് അൻവറിൻ്റെ പോസ്റ്റ്. എന്നാൽ മുന്നോട്ട് വെച്ച ആരോപണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നോട്ട് പോകുകയുമില്ല എന്ന പ്രഖ്യാപനം കൂടിയുണ്ട്. എന്നാൽ പാർട്ടി സെക്രട്ടേറിയറ്റും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് നടത്തിയ നിർദ്ദേശത്തിനെ ചെവിക്കൊള്ളുന്നു, അതിനെ ശിരസാവഹിക്കുന്നു എന്നതാണ് അൻവർ മുന്നോട്ട് വെക്കുന്ന വാദം ഈ പോസ്റ്റിലൂടെ.
ശ്രീജിത്ത്, ഇപ്പോൾ PV അൻവറിനെതിരെ നിലവിൽ നിരവധി കേസുകളുണ്ട്. ആ കേസുകളൊക്കെ ഒന്ന് പൊടിതട്ടി വീണ്ടും അന്വേഷണത്തിലേക്ക് പോയേക്കാമെന്നും ഇനിയിപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ADGPക്കെതിരായ അന്വേഷണത്തിൽ ഒരു റിപ്പോർട്ട് DGP സമർപ്പിക്കുമ്പോൾ അതിനുശേഷം ADGP ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള സൂചനകളും ഉണ്ടായിരുന്നു. അപ്പോൾ മാത്രമല്ല, ഈ കാര്യത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റായെന്ന് തെളിയുകയാണെങ്കിൽ PV അൻവറിനെതിരെ സർക്കാർ തന്നെ നീങ്ങേണ്ടതുണ്ട് എന്ന് ADGP ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അപ്പോൾ ആ രൂപത്തിലേക്ക് സർക്കാർ നീങ്ങിയേക്കുമെന്നുള്ള സൂചനകൾ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലുമുണ്ടല്ലോ, ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോൾ ആ രൂപത്തിൽ പൂർണ്ണമായും അൻവറിനെ പൂട്ടുന്നു എന്ന രൂപത്തിലേക്ക് സർക്കാരും പാർട്ടിയും നീങ്ങുന്നു എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണോ ഈ കീഴടങ്ങൽ? സ്മൃതി, അൻവറിനെ പൂട്ടുന്നു അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും നിയമപരമായ നടപടികളെ ഭയപ്പെട്ട് അൻവർ ഈ ഒരു പിൻവാങ്ങൽ നടത്തി എന്ന് അനുമാനിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അൻവറുമായി ബന്ധപ്പെട്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ സമീപകാല രാഷ്ട്രീയ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ അദ്ദേഹം എല്ലാ കാലത്തും കേസുകളിലും വിവാദങ്ങളിലുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കക്കാടംപൊയിലിലെ വാട്ടർ തീം പാർക്ക്, അദ്ദേഹത്തിൻ്റെ മറ്റ് പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ഉൾപ്പെട്ട ചില കൊലപാതക കേസുകൾ വരെ ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം കേസുകളും മറ്റും നേരിട്ട് തന്നെയാണ് അൻവർ മുന്നോട്ട് വന്നത്. ഇനി ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ സർക്കാർ ഒരു നടപടി സ്വീകരിച്ചാൽ തന്നെ അത് നേരത്തെ സ്വർണ്ണക്കടത്ത് ആരോപണം വന്നപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളിയായ PS സരിത്തിനെ ഒരു ദിവസം പോലീസ് പിടിച്ചുകൊണ്ട് പോയ നേരത്തെ ഷാക്കിരൻ ഉൾപ്പെട്ട വിവാദത്തെപ്പറ്റി സ്മൃതിക്ക് ഓർമ്മയുണ്ടാൽ അതുപോലൊരു പുലിവാലായി സർക്കാരിന് മാറും എന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കേസുകളോ അല്ലെങ്കിൽ ഭീഷണികൾക്കോ മുന്നിൽ വഴങ്ങിക്കൊണ്ടല്ല അൻവർ സാധാരണ പാർട്ടി പ്രവർത്തകരുടെയും ഒപ്പം തന്നെ പാർട്ടിയുടെ നിർദ്ദേശം വരുമ്പോൾ പാർട്ടിക്ക് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാധാരണ പ്രവർത്തന നിലയിൽ ഉള്ള ഒരു അച്ചടക്ക ബോധം പ്രകടിപ്പിക്കുകയാണ് അൻവർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ കുറ്റബോധമില്ല, അതിൽ നിന്ന് പിന്നോട്ടില്ല. പുഴുക്കുത്തുകളെ തുറന്നു കാട്ടാനുള്ള നടപടികൾ മുന്നോട്ട് പോകും. ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും തസ്തികയിൽ ഇരിക്കുന്നതിനോട് യോജിപ്പില്ല, അന്നും ഇന്നും എന്നുകൂടി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ നിലപാടിൽ പിന്നോട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കുന്നു. ഭയപ്പെട്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ഒരു ശക്തമായ സമീപനം സ്വീകരിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അൻവർ ഉറച്ചു തന്നെയാണ്. എന്നാൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിർദ്ദേശം തൽക്കാലത്തേക്ക് ശിരസ വഹിക്കുന്നു എന്നൊരു സന്ദേശമാണ് അൻവർ ഇതിലൂടെ നൽകുന്നത്. ശരി, ഞാൻ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന പ്രതിനിധികളിലേക്ക് ഒരിക്കലെങ്കിലും പോകേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ശ്രീ പ്രിന്റു മഹാദേവിലേക്ക് വന്നു. പ്രിന്റു, BJPക്ക് ഇക്കാര്യത്തിൽ ഇപ്പോൾ അൻവർ നടത്തിയിരിക്കുന്ന പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നടത്തിയിരിക്കുന്ന കീഴടങ്ങലിനെ എങ്ങനെയാണ് BJP കാണുന്നത്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞു, രണ്ട് അധോലോക സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അധോലോക സംഘങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തി ഇത് രമ്യതയിൽ പരിഹരിച്ചതെങ്കിലും നമ്മളെ അൻവറിനെ സംബന്ധിച്ച് അൻവർ കൃത്യമായിട്ടുള്ള UDFയിലേക്കുള്ള ഒരു പാതയൊരുക്കിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്ന് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം. പിന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ഭരണകക്ഷിയിൽപ്പെട്ട MLAക്ക് മറുപടി കൊടുക്കേണ്ട ഒരു പരിതാപകരമായ സാഹചര്യത്തിൽ CPMഉം ഇടതുപക്ഷ പ്രസ്ഥാനവും എത്തി നിൽക്കുന്നത് അങ്ങേയറ്റം നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. സ്വാഭാവികമായിട്ട് ഇത് അൻവർ തുറന്നുവിട്ട ഭൂതം LDFനകത്ത് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമാകുമെന്നുള്ള കാര്യത്തിൽ, കാരണം CPMൽ പ്രത്യേകിച്ച് പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ ഭരണത്തോടും എതിർപ്പുള്ള ഒരുപറ്റം ആളുകൾ ഈ LDFനകത്തുണ്ട്. അത് പരസ്യവും രഹസ്യവുമായിട്ട് പറയുന്ന ആളുകളാണ്. ഇന്ന് പരസ്യമായിട്ട് ആ മുന്നണിയിലെ തർക്കങ്ങൾ പൊതുസമൂഹത്തിനു മുന്നിൽ വന്നു എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നേരത്തെ പിണറായി വിജയൻ കഴിഞ്ഞ നേരത്തെ പത്രസമ്മേളനത്തിനകത്ത് അദ്ദേഹം പറഞ്ഞ ഭീഷണിയുണ്ടല്ലോ, ഇങ്ങനെ അൻവർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാനും ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തേണ്ടി വരും. അത് പിണറായി വിജയൻ അവസാനമായി അൻവറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത്രയും ദിവസം കാത്തിരുന്ന് പിണറായി വിജയൻ അവസാനത്തെ വെടിപൊട്ടിച്ചതോടെ കൊട്ടാര വിപ്ലവത്തിൽ ഇറങ്ങിത്തെരിച്ച അൻവർ കൊട്ടാരത്തിൽ നിന്ന് പടിയടിച്ച് പിണ്ഡം വെച്ച് UDFന്റെ പാതയിൽ അല്ലെങ്കിൽ ഞാൻ സ്വസ്ഥരായി സമാധാനമായിട്ട് ഇരിക്കാൻ റെഡിയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നിരുപാധികം കീഴടങ്ങുന്ന അൻവറിനെയാണ് കേരള സമൂഹത്തിന് കാണാൻ സാധിക്കുന്നത്. ശരി, ശ്രീകുമാർ, താങ്കളുടെ കൂടി അഭിപ്രായം? സ്മൃതി, ഇന്നലത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തില് ശ്രീ അൻവർക്കെതിരെ അദ്ദേഹം വാവിട്ട് വാക്കുകൾ പ്രയോഗിച്ചു. അതിനുശേഷം ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതൊന്നും മയപ്പെടുത്തി. എങ്ങനെയാ മയപ്പെടുത്തിയത്? ഒന്ന് പിന്മാറണമെന്ന് പറഞ്ഞു, അഭ്യർത്ഥിച്ചു, ആവശ്യപ്പെടുകയല്ലേ ഇത്, ഒരു അഭ്യർത്ഥന നടത്തി. അൻവർ, താങ്കളൊന്ന് പിന്മാറൂ, അതായത് ഞങ്ങളൊരു പുൽക്കൊടി ഇട്ടു തരുന്നു, അതിൽ പിടിച്ച് രക്ഷപ്പെട്ടോളൂ. തൽക്കാലം അൻവർ അതിന്മേൽ കയറി പിടിച്ചു. അദ്ദേഹം പറഞ്ഞത് പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നു, ഞാൻ നല്ല പാർട്ടി പ്രവർത്തകനായി, നമ്മുടെ ഹസ്കർ പറഞ്ഞ പോലെ നല്ല കമ്മ്യൂണിസ്റ്റായി, ഇതൊക്കെ ആയിട്ട് അദ്ദേഹം പിന്മാറി. ഇത് പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങാ.
അതായത് തനിക്കൊരു ഒരു കയറിട്ട് തരികയാണ്, തൽക്കാലം ഇന്നലെ വരെ പറഞ്ഞെന്നൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അൻവർ അതിനെ കയറി പിടിച്ചു. ഇതൊക്കെ രാഷ്ട്രീയ ഇതൊക്കെ അറിഞ്ഞുകൂടെ? ഇത് പരസ്പരം ഇവർ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിന്മാറിയില്ലെങ്കിൽ സ്മൃതി ഇത് വലിയ അപകടത്തിലേക്ക് പോകും. കാരണം CPM അവരുടെ പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കക്ഷിരഹിതന്റെ മുന്നിൽ ഇങ്ങനെ മുട്ടുമടക്കുന്നത്. മുട്ടുമടക്കാന്ന് വെച്ചാൽ ഒരു കീഴടങ്ങൽ സ്വഭാവത്തിലേക്ക് പാർട്ടി പോയി. കാരണം അൻവർ പറഞ്ഞത് ഗൗരവമുള്ള കാര്യമാണെന്ന് ആദ്യം പറഞ്ഞത് MV ഗോവിന്ദ മാഷ, പാർട്ടിയിലെ എല്ലാ നേതാക്കളും പറഞ്ഞു. പിന്നീട് അത് കളിച്ച് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ജീർണാവസ്ഥയിലെത്തി എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോഴും ശരി, പിന്നെ ഒരുപാട് വിഷയങ്ങൾ വന്നു. അപ്പൊ പിന്നെ ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇന്ന് പാർട്ടി മനഃപൂർവ്വം ഒരു അഭ്യർത്ഥന നടത്തിയതാണ്. അത് അൻവറിനുള്ള രക്ഷാചരടാണത്. അതിന് അൻവർക്ക് ഒരു പിടിച്ചു, അത് അത്രേ ഉള്ളൂ. അതില് കുറച്ചു കാലത്ത് ഇനി അൻവറിന്റെ പോരാട്ടം ഏത് സ്വഭാവത്തിലുള്ളതാണെന്ന് നോക്കാം. ഏതായാലും വാർത്താ സമ്മേളനങ്ങൾ ഈ രൂപത്തിൽ ഇനി പ്രതീക്ഷിക്കേണ്ട. വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത കെ മുരളീധരൻ, പ്രിന്റു മഹാദേവ്, അഡ്വക്കേറ്റ് BN ഹസ്കർ, N ശ്രീകുമാർ, ഒപ്പം തന്നെ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി ഗിരീഷ് കുമാർ.